നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം ഏറ്റവും സമുചിതമായി ആഘോഷപൂർവ്വം ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേരളം. ഈ വൈദ്യുത അലങ്കാരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ
ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി, ബഹുമാന്യനായ രാജ്യസഭാ അംഗം ശ്രീ എ റഹീം, ബഹുമാന്യരായ MLA-മാർ, എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനപ്രതിനിധികൾ, മറ്റ് സംഘടനാ നേതാക്കൾ, വേദിയിലും ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വിച്ച് ഓൺ കർമ്മമാണ് നിർവഹിക്കേണ്ടത്. ഒന്നുകൂടി ഇരുട്ടായിട്ടത് നിർവഹിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമാണ് പൊതുവെ പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്ക് മുമ്പ് പോകുന്ന വാഹനത്തിൽ പ്രസംഗിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ പോകാറുണ്ട്. പൈലറ്റ് വാഹനത്തിൽ സ്ഥാനാർത്ഥി പല സ്ഥലത്തും പോയി വോട്ടൊക്കെ ചോദിച്ച് സമയം വൈകിട്ടാണ് അടുത്ത കേന്ദ്രത്തിലെത്തുക. അപ്പോൾ അതുവരെയും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രസംഗം ഇങ്ങനെ നീട്ടി സ്ഥാനാർത്ഥി എത്തുന്നത് കണക്കാക്കി നീട്ടി പറയണം. അതിന് സമാനമായ ഒരു സ്ഥിതിയാണോ? പക്ഷെ അധികം വൈകാതെ ഇരുടാവും എന്ന പ്രതീക്ഷയുണ്ട്. ഏറെക്കുറെ ആയി തുടങ്ങി. അതുകൊണ്ട് അധികം നീട്ടി സംസാരിക്കുന്നില്ല. ഈ ഗവൺമെന്റ് വന്ന സമയത്തുള്ള ആദ്യ ഓണാഘോഷം 2021 കോവിഡ് കാരണം നടത്താൻ സാധിച്ചിരുന്നില്ല. 2022 ഓണാഘോഷം വളരെ കളർഫുള്ളായി നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തി. 2023 ഓണാഘോഷവും അതിഗംഭീരമായി നടത്താനായി. 2024 ഓണാഘോഷം ഇവിടെ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ചൂരൽമല ദുരന്തം കാരണം നമുക്ക് നടത്താനായില്ല. 2025 നമ്മൾ വീണ്ടും ഡബിൾ കളർഫുള്ളായി ഓണാഘോഷം നടത്തുകയാണ്. അതിൽ എല്ലാ നിലയിലും മാറ്റുകൂട്ടുന്നതാണ് ദീപാലങ്കൃതമായ അനന്തപുരി. അത് ഓണാഘോഷത്തെ ആകെ കളർഫുള്ളാക്കും. ഇരുട്ടത്ത് മനുഷ്യൻ ഒറ്റക്ക് നടക്കുന്നതും കൂട്ടായി നടക്കുന്നതിനേക്കാളും നല്ലത് വെളിച്ചത്ത് നടക്കുന്നതാണ്. വെളിച്ചം പൊതുവെ നമുക്ക് പോസിറ്റീവ് എനർജി നൽകും. പിന്നെ നമ്മൾ തന്നെ പൊതുവെ പറയാറുണ്ടല്ലോ, ഇരുട്ട് മാറി വെളിച്ചം വരണം. അപ്പോൾ വെളിച്ചമാണ് ഇനിയുള്ള ദിവസം. അതൊരു പോസിറ്റീവ് എനർജിയാണ് നാടിന് സമ്മാനിക്കുക. ദീപാലങ്കൃതമായ തിരുവനന്തപുരം നഗരം തീർച്ചയായും എല്ലാ നിലയിലും ഓണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക. എല്ലാവരും ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരും, MLA-മാർ, സബ് കമ്മിറ്റി ഭാരവാഹികൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാരവാഹികൾ എന്ന് മറ്റ് പ്രധാന പരിപാടി കാരണം സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് അവരിൽ പലരും എത്താത്തതെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇത് വളരെ ഗംഭീരമായി ഈ ഓണാഘോഷം സംഘടിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ഓണാഘോഷമാണ്. കേരളത്തിൻ്റെ മതസാഹോദര്യത്തിൻ്റെ പ്രതീകമാണ് ഓണാഘോഷം. നന്മയുടെ, സമൃദ്ധിയുടെ, ലോകത്തെവിടെയുമുള്ള മലയാളികൾ നമ്മുടെ നാടിനെ പ്രചരിപ്പിക്കാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കും ഓണഘട്ടത്തെയാണ്. അത് ആ നിലയിലാണ് നമ്മളതിനെ മാറ്റി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഓണാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനത്തെ ഓണാഘോഷം ലോകം ശ്രദ്ധിക്കുന്നതാണ്. ഇത്തവണ ഇത് കണ്ടുകൊണ്ട് നമ്മൾ വളരെ നേരത്തെ തന്നെ വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ കൊണ്ടുവരുവാനുള്ള വലിയ തയ്യാറെടുപ്പാണ് പൊതുവെ നടത്തിയത്. വലിയ നിലയിൽ ഓണാഘോഷം മാറുന്നു. ഞാൻ രാവിലെ തീവണ്ടി ഇറങ്ങിയതിന് ശേഷം ഇതുവരെ തുടർച്ചയായ പരിപാടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പ് കമ്പവലിയായിരുന്നു. വടംവലിയിലും പങ്കെടുത്തിട്ടാണ് വരുന്നത്. ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള വടംവലിയായിരുന്നു. അപ്പം കുറച്ച് കാലമായിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് അവിടെ പറഞ്ഞിരുന്നു. എന്തായാലും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ ഓണാഘോഷത്തിൻ്റെ പോസിറ്റീവ് സൈഡ് നല്ല നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരത്തെ മീഡിയ റൂം ഉദ്ഘാടനം ചെയ്തു. വളരെ പോസിറ്റീവായി നാടിൻ്റെ ഐക്യം, ഇവിടെ വരുന്ന ജനങ്ങളുടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മളൊക്കെ മനുഷ്യരാണ്, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്, വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഓണം വരുമ്പോൾ നമ്മൾ ഒറ്റക്കും കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഒക്കെ തന്നെ സന്തോഷത്തോടെ തെരുവിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. അങ്ങനെ ഇറങ്ങുന്ന മനുഷ്യർക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇത്തരം ആഘോഷങ്ങളിൽ
എല്ലാവരും സന്തോഷത്തോടെ പങ്കുകൊള്ളുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഓണാഘോഷത്തെ കളർഫുൾ ഓണാഘോഷമാക്കി മാറ്റാൻ സർക്കാർ ഇടപെടുന്നത്. അതിനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തി വരുന്നത്. എനിക്ക് തോന്നുന്നു ഇരുട്ടായി വരുന്നുണ്ട്. ഇനി റഹീമിൻ്റെ ഒരു 2 വർത്തമാനം കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. ഓണാഘോഷം എല്ലാ നിലയിലും മാറ്റി തീർക്കാൻ കൂടെ നിന്ന ടൂറിസം വകുപ്പിനോടൊപ്പം നിന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ നിലയിലും നമുക്ക് ഇത്തവണത്തെ ഓണാഘോഷം സന്തോഷകരമായി മാറ്റി തീർക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പരിപാടിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുക. നമ്മുടെ എല്ലാ കുട്ടിക്കാലങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ്. പല തലമുറകൾക്ക് വളരെ ഓർത്തുവെക്കാൻ കഴിയുന്ന മനോഹരമായ അനുഭവങ്ങളാണ് ഓരോ ഓണക്കാലവും, ഓണം വാരാഘോഷവും നമുക്ക് എല്ലാ കാലവും നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ സാധിക്കാതെ വന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സൂചിപ്പിച്ചു. എന്തായാലും ഇത്തവണ സന്തോഷത്തോടെ, വളരെ ആഘോഷത്തോടെ, യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ലൈറ്റ് ഓണൊക്കെ നടക്കുന്നേ ഉള്ളൂ, ആഘോഷം മുറുകി വരുന്നേ ഉള്ളൂ എങ്കിലും കുറേ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജില്ലയുടെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ ഓരോ ദിവസവുമുള്ള മേൽനോട്ടത്തിൻ്റെ എല്ലാം ഭാഗമായി ഗംഭീരമായി അരങ്ങുണർന്നു കഴിഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇന്നിനിയിപ്പോൾ അതൊരു പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. വണ്ടി വരണം. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി, നമസ്കാരം.